ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എവനെന്ത് പറ്റി? അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ ലുക്കൊക്കെ മാറ്റി കൊടുക്കാറുണ്ട്. ഇടയ്ക്ക് താടി, ചെറിയ രീതിയിൽ താടിയിലൊക്കെ മാറ്റം വരുത്താറുണ്ട്. ചിലപ്പം ക്ലീൻ ഷേവ് ചെയ്യാറുണ്ട്. മീശ എടുക്കത്തില്ല, മീശ അവിടെ തന്നെ വയ്ക്കും. മീശയാണ് നമ്മളെ എല്ലാം. അതുപോലെ മുടിയിൽ ചിലപ്പോൾ മുടി വളർത്തും, ചില സമയത്ത് മുടി സൈഡ് മിലിറ്ററി കട്ട് അടിക്കുന്ന പോലെ അടിച്ചിടും. അതുപോലെ തന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലുക്ക് മാറ്റി കൊടുക്കാറുണ്ട്. ഒരേ ലുക്കിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് കുറേ അങ്ങ് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ബോറിങ് പോലെ തോന്നും. അങ്ങനെയൊക്കെ ഇടയ്ക്ക് മാറ്റി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഇതിനെ പറ്റിയിട്ട്, വീഡിയോയെ പറ്റിയിട്ടല്ല, എൻ്റെ പുതിയ ലുക്കിനെ പറ്റിയിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്രോയുടെ ഒരു വീഡിയോ ഉണ്ട്. ബ്രോ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആദ്യം വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അതിനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ അതിനെ പറ്റിയിട്ട് ആ ബ്രോ പറഞ്ഞതിൽ കുറേ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അത് എടുത്തിട്ട് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിട്ട് അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കാത്ത. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്തെന്ന് പറഞ്ഞാൽ, എല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നത് ഇപ്പം വൈകിട്ടാണ്. അത് മാറ്റണം. എക്സസൈസ് ഏതാവട്ടെ, എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ രാവിലെയാണ് നല്ലത്, വൈകിട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലതല്ല. അപ്പം നമ്മളത് മനസ്സിൽ വെച്ചേക്കണം എപ്പോഴും. എല്ലാവരും വിചാരം വൈകിട്ട് പോകണം, വൈകിട്ട് നല്ലതല്ല. വൈകിട്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പൊ തന്നെ ജിമ്മിൽ കളിക്കുന്നവർക്ക് അറ്റാക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്പോർട്സിൽ ഏതിലായാലും വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോൾ അത് അറ്റാക്കിലോട്ട് വെക്കണം. അപ്പോൾ നമ്മൾ മാക്സിമം വൈകിട്ട് ചെയ്യാൻ നോക്കണം. നമുക്ക് രാവിലെ ജിമ്മിലായാലും വർക്കൗട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ രാവിലെ മാക്സിമം പോകാൻ നോക്കണം. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ. ആദ്യം തന്നെ ഞാൻ പറയുവാണ്, ഇതിൽ ഞാൻ ഈ ബ്രോയെ കുറ്റം പറയുമല്ല. ആ ബ്രോയ്ക്ക് അറിയാത്തതുകൊണ്ട് മാത്രമാണ് വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞത്. അപ്പം അതൊരു തിരുത്തി കൊടുക്കുന്ന ഒരു വീഡിയോ കൂടെയാണ് ഞാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പം പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവനിങ്ങിൽ വർക്കൗട്ട് ചെയ്തുകൂടാ. ഈവനിങ്ങിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടും, അതുപോലെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അതുപോലെ രാവിലെ വർക്കൗട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പുള്ളി പറയുന്നത്. അപ്പം പുള്ളിയുടെ ഒരു ബോഡി സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് പുള്ളി ഒരു കാലിസ്തനിക്സ് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് പുള്ളിയുടെ ബോഡി കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം പുള്ളി ഒരു കാലിസ്തനിക്സ് ഉറപ്പായിട്ടും 99% പുള്ളി കാലിസ്തനിക്സിലാണ് ഫോക്കസ് ചെയ്യുന്നതാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. കാരണം പുള്ളപ്പും പുഷപ്പൊക്കെ പുള്ളി ഒരുപാട് എടുക്കുന്നുണ്ട്. പുള്ളിയുടെ ആ ബോഡി സ്ട്രക്ചറും ഒരു ഫിസിക്കൽ ഇതും കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം പുള്ളിക്ക് അറിയാത്തതുകൊണ്ടാണ് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പം ഒരുപാട് പേര് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിക്കുന്നുണ്ട് വൈകിട്ട് പോകുമ്പോൾ എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊന്നുമില്ല, അത് പുള്ളിക്ക് അറിയാത്തതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് മിക്കുള്ള ആൾക്കാരെയും ഡൗട്ട്സ് ആയിരിക്കും. നമ്മൾ ജിമ്മിൽ ചെന്ന് ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ആളായിക്കോട്ടെ, അഡ്വാൻസ് ലെവലിൽ നിൽക്കുന്ന ആളായിക്കോട്ടെ, മിക്കുള്ളവരെയും ഡൗട്ട്സാണ്. അല്ലെങ്കിൽ ഒരു ട്രെയിനറെ കാണുമ്പോൾ നമ്മൾ ആ പുള്ളിയെടുത്ത് ചോദിക്കും, ഏത് സമയമാണ് വർക്കൗട്ട് ചെയ്യുന്നത്, ഏത് സമയം വർക്കൗട്ട് ചെയ്താലാണ് മസിൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുന്നതെന്ന് മിക്കുള്ള ആൾക്കാരും പല ട്രെയിനർമാരെയും പല ജിമ്മുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അഡ്വാൻസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ആ ഒരു ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. കാരണം ഞാനിനി രാവിലെ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടാണോ എനിക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാവാത്തത്, അല്ലെങ്കിൽ വൈകിട്ട് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടാണോ മസിൽ ഗ്രോത്ത് ഉണ്ടാവാത്തത്, ഏത് ടൈമിലാണ് ഇനി വർക്കൗട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഒരുപാട് കൺഫ്യൂസ് ആവുന്നുണ്ട്, ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും വർക്കൗട്ട് ചെയ്യാം. രാവിലെ ആയിക്കോട്ടെ, ഉച്ചയ്ക്ക് ആയിക്കോട്ടെ, വൈകിട്ടായിക്കോട്ടെ, അങ്ങനെ ഇന്ന ടൈമൊന്നുമില്ല. ഏത് സമയം വർക്കൗട്ട് ചെയ്താലും അത് ബെനിഫിറ്റ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ഏത് സമയം വർക്കൗട്ട് ചെയ്താലും ബെനിഫിറ്റ്സ് തന്നെയാണ്. ആ വീഡിയോയിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, വൈകിട്ട് വർക്കൗട്ട് ചെയ്ത് ഒരുപാട് ഹാർട്ട് അറ്റാക്ക് വന്ന ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതാളാണ് മരിച്ചതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. വൈകിട്ട് വർക്കൗട്ട് ചെയ്ത ആൾക്കാർ മരിച്ചിട്ടുള്ളതായിട്ട് എനിക്കറിയാൻ വയ്യ. എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജിമ്മിൽ വൈകിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ക്രൗഡ് ഫീൽ ചെയ്യുന്നത് വൈകിട്ടാണ്. ഞാൻ പോയിട്ടുള്ള ജിമ്മിലും ഞാൻ ട്രെയിനിങ് ചെയ്തിട്ടുള്ള ജിമ്മിലെല്ലാം വൈകിട്ട്. ഇനി അത് നമ്മളെ ഈ ഇന്ത്യയിലായിക്കോട്ടെ, അല്ലെങ്കിൽ കേരളത്തിലായിക്കോട്ടെ, പുറം രാജ്യങ്ങളിലായിക്കോട്ടെ, ഞാൻ പോയിടത്തെല്ലാം ക്രൗഡ് വൈകിട്ടാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വൈകിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പുള്ളി ഇതിനെ പറ്റിയിട്ട് അറിയാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പം പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന കാര്യം പറയുന്നുണ്ടല്ലോ. ഇപ്പം ജിമ്മിൽ പോവാത്ത എത്രയോ ആൾക്കാർ വൈകിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട്. രാത്രി കിടന്നുറങ്ങി രാവിലെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം ഇതും അതുമായിട്ട് പുള്ളി പറയുന്നതായിട്ടൊരു ബന്ധമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. പുള്ളിക്ക് അറിയാത്തതുകൊണ്ടാണ്. എൻ്റെ വീഡിയോ പുള്ളി എന്നെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് പുള്ളിക്കൊരു
ഞാൻ ഈ പറഞ്ഞു തരുന്നത് പുള്ളിക്കൊരു ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം പുറം രാജ്യങ്ങളിലൊക്കെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ ഇന്ന സമയങ്ങളൊന്നുമില്ല, രാത്രി ആയിക്കോട്ടെ, രാവിലെ ആയിക്കോട്ടെ, പകലായിക്കോട്ടെ, അവരുടെ ഡ്യൂട്ടി ജോലിക്ക് പോകുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്ന ആൾക്കാർ ഇപ്പോൾ പകൽ അവരുടെ ഡ്യൂട്ടി എപ്പം തീരുന്നോ അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ ജിമ്മിൽ പോകുന്നത്. അതിൽ ബോഡി ബിൽഡേഴ്സ് ഉണ്ട്, അതുപോലെ സ്പോർട്സ് മേഖലയായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, പവർ ലിഫ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കാലിസ്തനിക്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ പുറത്ത് ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ദുബായിൽ നിൽക്കുന്ന സമയത്തൊക്കെ അഭിലാഷിനെയൊക്കെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി അവരെ ജോലി കഴിഞ്ഞിട്ട് ബാക്കി ഉള്ള സമയത്താണ് അവർ വർക്കൗട്ട് ചെയ്യുന്നത്. ഞാൻ ഗൾഫിൽ നിന്ന സമയത്ത്, ദുബായിൽ നിന്ന സമയത്ത് ഞാൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് വെച്ചാൽ ഉച്ചയ്ക്ക് 12 മണി സമയത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡ്യൂട്ടി ടൈം അനുസരിച്ചാണ് ആ ഒരു ഡ്യൂട്ടി എപ്പം കഴിയുന്നോ അതനുസരിച്ചാണ് നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്യുന്നത്. ഞാൻ രാത്രി 11 മണി തൊട്ട് 3 മണി വരെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ നമ്മളെ നമ്മളെ ജോലിയെ എല്ലാം കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പം ഇന്ന സമയത്ത് വർക്കൗട്ട് ചെയ്താൽ നല്ലത്, ഇന്ന സമയത്ത് വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ രാവിലെ വർക്കൗട്ട് ചെയ്താലും ഗുണമുണ്ട്, വൈകിട്ട് വർക്കൗട്ട് ചെയ്താലും ഗുണമുണ്ട്, ഉച്ചയ്ക്ക് വർക്കൗട്ട് ചെയ്താലും ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ എപ്പോൾ വർക്കൗട്ട് ചെയ്താലും ബെനിഫിറ്റ്സ് ഉണ്ട്. ഇനി രാവിലെ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ടിട്ടുള്ള നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെറ്റബോളിസം വർദ്ധിക്കും. അതുപോലെ വെയിറ്റ് മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. ഫാറ്റ് പെട്ടെന്ന് ബേൺ ആവും. അപ്പം വെയിറ്റ് മാനേജ്മെൻറ്റിനൊക്കെ നല്ലതാണ്. അതുപോലെ എനർജി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. ഇപ്പോൾ രാവിലെ നമ്മൾ എണീക്കുന്നത് ഫ്രഷ് ആയിട്ടാണ് എണീക്കുന്നത്. അപ്പം ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല, ടയേർഡല്ല. അപ്പം നമ്മൾ രാവിലെ ചെന്ന് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല എനർജി കിട്ടും. അപ്പം കുറച്ചുകൂടെ നമുക്ക് എനർജറ്റിക് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. അതുപോലെ നമ്മളെ മെൻ്റൽ ഫോക്കസും മെൻ്റൽ ക്ലാരിറ്റിയൊക്കെ ഇമ്പ്രൂവ് ആവും. രാവിലെ ആണെങ്കിൽ നല്ല മറ്റുള്ള ടെൻഷൻ, ജോലിയുടെ ടെൻഷനോ, ജോലിക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ടെൻഷനും ഇല്ലല്ലോ. ജോലി കഴിഞ്ഞിട്ടാണ് പ്രഷറും അതുപോലെ ടെൻഷനൊക്കെ കൂടുന്നത്. അപ്പം അതുപോലെ മെൻ്റൽ ഫോക്കസ് വർദ്ധിക്കും, മെൻ്റൽ ക്ലാരിറ്റി വർദ്ധിക്കും. അതുപോലെ നമ്മളെ പ്രൊഡക്ടിവിറ്റിയൊക്കെ ഇൻക്രീസ് ആവും, സ്ട്രെസ്സ് കുറയും, ബ്ലഡ് സർക്കുലേഷൻ നല്ലോണം നടക്കും. ബ്ലഡ് സർക്കുലേഷൻ നല്ലോണം നടക്കും. അതുപോലെ ഓക്സിജൻ നല്ലോണം നമ്മളെ ശരീരത്തിലേക്ക് പമ്പാവാനും സഹായിക്കുന്നതാണ്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ മോർണിംഗിൽ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. അതുപോലെ വൈകിട്ടും ഗുണങ്ങളുണ്ട്, ഉച്ചയ്ക്കും ഗുണങ്ങളുണ്ട്. ഞാനിപ്പം മോർണിംഗിൻ്റെയും ഈവനിങ്ങിൻ്റെയും കാര്യമാണ് പറയുന്നത്. കാരണം സാധാരണ അങ്ങനെ ആരും ഉച്ചയ്ക്ക് വർക്കൗട്ട് ചെയ്യാറില്ല. റെയറായിട്ടൊക്കെയുള്ള ആൾക്കാർ വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പം ജോലിയില്ലെങ്കിലോ അങ്ങനെയൊക്കെ, ഇപ്പം ക്ലാസ് ഇല്ലെങ്കിലോ അങ്ങനെയുള്ള ദിവസങ്ങൾ വരുവാണെങ്കിൽ ഉച്ചയ്ക്ക് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനി ഈവനിങ്ങിൽ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് റിലീഫ് ആവും. ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര പ്രഷറിലും സ്ട്രെസ്സിലൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സ്ട്രെസ്സൊക്കെ റിലീഫ് ആവും, ആ സ്ട്രെസ്സൊക്കെ കുറയും. അതുപോലെ നമ്മളെ സ്ലീപ്പ് ഇമ്പ്രൂവ് ആവും, നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കും. ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളെ സ്ട്രെസ്സൊക്കെ റിലീഫായി നല്ല ഉറക്കത്തിൻ്റെ ഒരു ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രഷായിട്ട് ചെന്ന് ഫുഡൊക്കെ കഴിച്ച് ബെഡിലോട്ട് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിപ്പോവും. അപ്പോൾ നമ്മളെ സ്ലീപ്പിംഗ് ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ആവും. അതുപോലെ നല്ല നമ്മളെ മൂഡ് ഇമ്പ്രൂവ് ആവും കേട്ടോ. ഇപ്പം മിക്കുള്ള ആൾക്കാരെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂള് വിട്ടോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞോ വന്നു കഴിഞ്ഞ് ഒന്നിൽ ഭയങ്കര ടെൻഷനായിരിക്കും, ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. കാരണം ഒന്നിൽ സ്കൂളിൽ എന്തെങ്കിലും എക്സാം ഇട്ടിട്ട് മാർക്ക് കുറഞ്ഞതിൻ്റെ ടെൻഷനിലായിരിക്കും, മൂഡ് ഓഫ് ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നതിൻ്റെ ജോലി സ്ഥലത്തുള്ള പ്രഷറിലൊക്കെ ആയിരിക്കും. അങ്ങനെ മൂഡ് ഭയങ്കരമായിട്ട് ചേഞ്ചായി പിന്നെ ആകെ മൂഡ് ഓഫ് ആയിട്ട് കയറിയിരിക്കും. നേരെ മറിച്ച് അങ്ങനെ കയറിയിരിക്കുന്ന ആൾക്കാർ ജിമ്മിലോട്ടൊന്ന് പോയി ഒരു മണിക്കൂറൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കട്ടെ, അവരുടെ മൂഡെല്ലാം ആ ഒരു മൂഡ് ഓഫ് എല്ലാം പമ്പ് അടക്കും, നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു മൂഡ് വരും. അതെല്ലാം സ്ട്രെസ്സും എല്ലാം മാറും, ടെൻഷനും എല്ലാം മാറും. അപ്പം നമ്മളെ മൂഡ് ഇമ്പ്രൂവ് ആവും. അതുപോലെ ആങ്സൈറ്റി പോലത്തുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ രാവിലെയും വൈകിട്ടും വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. പിന്നെയും ഫിസിക്കലും മെൻ്റലും ആയിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സുകളുണ്ട് കേട്ടോ, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം ഒരു കാരണവശാലും രാവിലെ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന ഗുണങ്ങൾ, രാവിലെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരത്തില്ല, വൈകിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും, ഗുണങ്ങളില്ല എന്നൊന്നുമില്ല. അപ്പം പുള്ളിക്കാരനെ അറിയാത്തതുകൊണ്ടാണ് പുള്ളിക്കാരൻ അത് പറഞ്ഞത്. അപ്പം എൻ്റെ വീഡിയോ പുള്ളിക്കാരൻ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പുള്ളിക്കാരൻ മനസ്സിലാക്കട്ടെ എന്നാണ് ഞാനും വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ കണ്ടത്. ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത സമയത്താണ് ആ വീഡിയോ കണ്ടത്. അപ്പം നല്ലൊരു കാര്യമാണ് ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം ഇതുപോലെ ഒരുപാട് അറിയാത്ത ആൾക്കാരുണ്ട്. രാവിലെ
ഒട്ടും സമയം കിട്ടാതെ ജിമ്മിൽ ചെന്ന് 1 മണിക്കൂർ എങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പം വൈകിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുണമില്ല, വൈകിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഹാർട്ട് അറ്റാക്ക് വരുമെന്നൊക്കെ പേടിച്ചിട്ട് ഇതുപോലെ ഒരുപാട് പേര് കാണും. രാവിലെ ചെന്നിട്ട് 1 മണിക്കൂർ പോലും സമയം ഇത് ജിമ്മിൽ സ്പെൻഡ് ചെയ്യാതെ എങ്ങനെയെങ്കിലുമൊക്കെ വാരി വലിച്ചിട്ട് വെപ്രാളത്തോടെയൊക്കെ അടിച്ചിട്ട് പോകുന്ന ആൾക്കാർ കാണും. അപ്പോൾ അതുകൊണ്ടൊന്നും റിസൾട്ട് കിട്ടത്തില്ല. നിങ്ങൾ എപ്പോഴും ഒരു ക്ഷമയോടെ വേണം വർക്കൗട്ട് ചെയ്യാൻ. കാരണം സ്ലോ പ്രോഗ്രസ്സിൽ ക്ഷമയോടെ വേണം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ. അതുപോലെ നമ്മളെ മൈൻഡെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ജിമ്മിലോട്ട് പോകാൻ. അവിടെ ചെന്ന് വർക്കൗട്ട് ചെയ്യണം, ഹിറ്റ് ചെയ്യണം, ജിമ്മ് അടിച്ച് പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ വേണം പോകാൻ കേട്ടോ. ഓരോ റെപ്പ് അടിക്കുമ്പോഴും ഉണ്ടല്ലോ, ഓരോ റെപ്പ് അടിക്കുമ്പോഴും നമ്മൾ ആ റെപ്പ് അടിക്കുന്നതിൻ്റെ മോട്ടിവേഷനിലായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെപ്പ് അടിക്കുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടില്ലേ ചിലവരൊക്കെ ജിമ്മിൽ ഹിറ്റ് ചെയ്യുന്നത്, ജിമ്മ് ആ വെയിറ്റൊക്കെ അടിച്ച് പൊട്ടിക്കണം. ആ ലെവലിൽ വേണം വർക്കൗട്ട് ചെയ്യാൻ. അല്ലാതെ അവിടെ ചെന്നിട്ട് ഉറങ്ങി ആടി അങ്ങനെയൊന്നും ഒരു കാരണവശാലും വർക്കൗട്ട് ചെയ്യല്ലേ. ചിലവർ കണ്ടിട്ടില്ലേ ഫോണിലായിരിക്കും ഫുൾ ടൈം ബൈസെപ്സ് സ്കെയിൽ ചെയ്യുമ്പോഴും ഹലോ ഫോൺ പറയടേ എന്ന് പറഞ്ഞിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും വർക്കൗട്ട് ചെയ്താൽ ഹെഡ്സെറ്റൊക്കെ മാറ്റി ഇങ്ങോട്ട് കളഞ്ഞിട്ട് അല്ലെങ്കിൽ നല്ല അടിപൊളി ഒരു വർക്കൗട്ട് മ്യൂസിക് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടല്ലോ, നല്ല എനർജറ്റിക് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അൺസ്റ്റോപ്പബിൾ ആയിരിക്കും കേട്ടോ. അപ്പം എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം ബൈ.